തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കാമെന്നുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ആ മോഹം വെറും വ്യാമോഹമായി മാറി. ഏതായാലും കൂടെ നിന്ന ഒരു സ്വതന്ത്ര അംഗം മറികടം ചാടിയിട്ടുണ്ട്, സുധീഷ് പൗണ്ടോടവ്. അതെ, അദ്ദേഹം കോൺഗ്രസിൽ വിമതനായിട്ട് മത്സരിച്ച് ജയിച്ച ആളാണ്. നമ്മൾ നേരത്തെ തന്നെ നമ്മൾ ഈ ചർച്ചകളിലൊക്കെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു, ഒരുപക്ഷെ BJPക്ക് രക്ഷകനായിട്ട് ഈ സുധീഷ് പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് കാരണം ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു അവിശ്വാസ പ്രമേയത്തിന് നീക്കം നടന്നിരുന്നു. അപ്പോൾ ഇവർക്ക് 34 കൗൺസിലർമാരുടെ ഒപ്പ് വേണമായിരുന്നു. അപ്പം ശിവൻകുട്ടി ആദ്യമേ തന്നെ പിന്തുണ അങ്ങ് പ്രഖ്യാപിച്ചു, കോൺഗ്രസിൻ്റെ അവിശ്വാസ പ്രമേയം. എന്നാൽ ശിവൻകുട്ടി ഈ പാർട്ടിയിൽ നിലവിൽ യാതൊരു ഭാരവാഹിത്വവും ഇല്ലാത്തതിനാലും ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയ് എന്ന് പറഞ്ഞു, പറഞ്ഞു ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഒരു അവിശ്വാസം കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഇത് മാത്രമല്ല പിണറായി ബലിയെടുക്കാനാണോ എന്നുള്ള സംശയം തോന്നിയിരുന്നവർക്കത്. അതെ, അങ്ങനെ 19 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. അതിൽ 20 എന്നാണ് അവരൊക്കെ പറയുന്നതെങ്കിൽ 20ാമനാണ് ഈ പറയുന്ന ഈ സുധീഷ്. അദ്ദേഹം വിമതനാണ്, ജയിച്ച ആളാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കുകയുമില്ല. എന്താണെങ്കിലും ഇന്ന് വലിയ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്, അല്ലേ? അതെ, സുഗതന് 6 മാസത്തേക്ക് അവധി അനുവദിച്ചു കൗൺസിൽ, വോട്ടിനിട്ട് പാസ്സാക്കി. അത് വോട്ടിനെടുത്തിടം വരെ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അതെ അല്ലേ? അതെ അതെ അതെ, വോട്ടിന് വരുന്നിടം വരെ പ്രതിപക്ഷത്തിന് പ്രതീക്ഷയുണ്ടായിരുന്നു. സുഗതൻ ഞങ്ങൾക്ക് പറിച്ച് വെളിയിൽ കളയാൻ കഴിയും എന്നാണ് അവർ കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് ഈ സുധീഷ് BJPക്കൊപ്പം ചേർന്ന് വോട്ട് ചെയ്തതോടെ ആ മേയർ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തി. അപേക്ഷ അനുവദിക്കാൻ മേയർ കാസ്റ്റിംഗ് വോട്ടൂടെ ചെയ്തെങ്കിലേ അത് നടക്കത്തുള്ളൂ. കാരണം അത് തുല്യമായിട്ട് വരും. അങ്ങനെയാണ് അപ്പോൾ കിട്ടിയത്. അങ്ങനെ എന്തായാലും 51 വോട്ട് കിട്ടി. സുഗതൻ തൽക്കാലം അയോഗ്യതാ ഭീഷണി ഒഴിവാക്കി. 6 മാസത്തേക്ക് ഇനി പേടിക്കേണ്ടതില്ല. 6 മാസത്തേക്ക് അവധി കൊടുത്തിട്ടുണ്ട്. 6 മാസം കഴിയുമ്പോൾ അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും കോടതിയിലൊക്കെ പോയി ചിലപ്പോൾ സുഗതൻ ഇറങ്ങി വരാൻ പറ്റും. കാരണം സുഗതൻ്റെ ജനപ്രതിനിധിയാണല്ലോ. അതെ, എന്താണെന്നറിയോ, ഈ കാപ്പയുടെ ഇത് കേസ് പരിഗണിക്കുന്ന പ്രത്യേക ഇതല്ലോ, കാപ്പ അഡ്ജുഡിക്കേഷൻ, അങ്ങനെ ഒരു സമിതിയുണ്ട്. ഈ സമിതി ഇദ്ദേഹത്തിൻ്റെ അപ്പീല് തള്ളിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജാമ്യം കിട്ടാതെ പോയത്. അല്ലെങ്കിൽ സാധാരണ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എനിക്കൊന്ന് ഇനി ഹൈക്കോടതി സമീപിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ കാപ്പ എന്ന് പറയുന്നത് കേരള സാമൂഹിക വിരുദ്ധ ആവത്താവുന്ന രീതിയിലുള്ള വ്യക്തികളെ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്, നിയമമാണ്. സാമൂഹിക വിരുദ്ധരെ ഒതുക്കാൻ വേണ്ടിയുള്ള ഒരു നിയമമാണ്. സാമൂഹിക വിരുദ്ധർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഇനി കോടതിയിൽ വാദിച്ച് അവർ തെളിയിക്കേണ്ടിയിരിക്കും. സമൂഹത്തിന് ദോഷകരമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് സാമൂഹിക വിരുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സുഗതൻ സാമൂഹിക വിരുദ്ധനായിരുന്നെങ്കിൽ എങ്ങനെ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നുള്ള ഒരു ചോദ്യമാണ്. ഹൈക്കോടതി ചോദിച്ചിരുന്നല്ലോ, ജനഹിതം നമ്മൾ നോക്കണമല്ലോ എന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നല്ലോ. അതെ, അപ്പോൾ അങ്ങനെയാണ് സുഗതൻ്റെ ഒരു രാശി തെളിഞ്ഞു കിടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു. അതും ഒരു പക്ഷേ ഒരു ടെക്നിക്കലി അദ്ദേഹത്തിനൊരു പ്ലസ് പോയിൻ്റ് ആയി എന്നാണ് തോന്നുന്നത്. അതെ, കാരണം അതിനെല്ലാം തയ്യാറായി. മാത്രമല്ല ഇനി അങ്ങോട്ട് ഈ കോർപ്പറേഷൻ ഭരണത്തിന് വലിയ ഭീഷണിയില്ല. അവരെ ഒരു സ്വാതന്ത്ര്യം കൂടെ കിട്ടിയല്ലോ, ഇന്നോട് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാം. ഇനി അഥവാ ഇനി അവർ നാളെ സുഗതൻ അയോഗ്യനാക്കിയാൽ പോലും അന്ന് ആ സീറ്റിലേക്ക് വേറെ ആരെങ്കിലും മത്സരിപ്പിച്ച് ജയിച്ച് BJP ജയിച്ചുവാണെങ്കിൽ കുറച്ചുകൂടെ സേഫായി, അവർ ഏറ്റവും സേഫായി. ഈ സുഗതൻ്റെ ആ അയോഗ്യത കൽപ്പിക്കാൻ ഇനി സാധ്യതയില്ല. ഇനി ഇവർ കോടതിയെ സമീപിക്കും. പക്ഷേ ഇത് നമുക്കറിയാം, ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ചട്ടം മറ്റു ചട്ടങ്ങളിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരാണ് സ്വയമാണ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് അധികാരമില്ല. സർക്കാരിന് ഇതിനകത്ത് കയറി അവർക്ക് അവരുടേതായിട്ടുള്ള ചട്ടങ്ങളുണ്ട്, രീതികളുണ്ട്. ജനപ്രാതിനിധ്യ സ്വഭാവമുള്ള തീരുമാനങ്ങൾ എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് നിലനിൽക്കൂ. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് എല്ലാവരും പ്രയോഗിച്ച് കാണുന്ന ഒരു പേരുണ്ട്. പഞ്ചായത്തിൽ പ്രതിപക്ഷ നേതാവ്, നഗരസഭയിൽ പ്രതിപക്ഷ നേതാവ്, ഇത് ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തിലൊക്കെ പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു പദവിയില്ല. എന്താണുള്ളതെന്ന് ചോദിച്ചാൽ, ഇപ്പം ഭരിക്കുന്നത് UDF ആണെങ്കിൽ UDFൻ്റെ ആൾക്കാരായിരിക്കും ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സൺ. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന LDF ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ LDFൻ്റെ കക്ഷി നേതാവെന്ന് പറഞ്ഞാൽ LDF പാർലമെൻ്ററി പാർട്ടി ലീഡർ എന്നേ പറയാൻ പറ്റൂ. ഇതിന് പ്രതിപക്ഷം എന്ന് പ്രയോഗിക്കാൻ കഴിയും. അത് നമ്മുടെ
മാധ്യമപ്രവർത്തകർക്ക് അറിഞ്ഞുകൂടാ, ഈ ജനപ്രതിനിധികൾക്കും ഇത് അറിഞ്ഞുകൂടാ. അവര് സ്വയം അവരെ പ്രതിപക്ഷ നേതാവെന്ന് വിശേഷിപ്പിക്കും. ഞാൻ നഗരസഭാ പ്രതിപക്ഷ നേതാവാണെന്ന് പറയും. എന്നാൽ ഇത് അറിയാവുന്ന ജനപ്രതിനിധി ഉണ്ടെങ്കിൽ നോട്ടീസിലൊക്കെ അത് LDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ. മാത്രമല്ല പാർലമെന്റിൽ തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞ പദവി ഇന്നുള്ള പോലത്തെ പദവി പണ്ടില്ലായിരുന്നു. ഇല്ല. അപ്പോൾ AKG പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് ഇവർ CPM-കാർ എപ്പോഴും അവകാശപ്പെടുന്നു. പക്ഷേ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സാങ്കേതികമായി പ്രതിപക്ഷ നേതാവായിരുന്നില്ല അദ്ദേഹം. ഇല്ല. പക്ഷെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് അന്ന് അഭിവൃദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. അതെ. അവർ ധാരാളം MP-മാരൊക്കെ ഉണ്ട്. ഇന്നത്തെ പോലെ അല്ലല്ലോ. ഇന്നത്തെ കാട്ടുകള്ളന്മാരുടെ അവസ്ഥയായിരുന്നില്ല. അന്ന് വളരെ യോഗ്യന്മാരെ ആളാണ്, വളരെ ഇന്ത്യയിലെ ഏറ്റവും മിടുക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ പ്രതിപക്ഷ നിരയിൽ ഏറ്റവും പിന്നെ പ്രധാനപ്പെട്ട കക്ഷിയുടെ നേതാവ് എന്നുള്ള നിലയിൽ AKG പ്രതിപക്ഷ നേതാവായിരുന്നു എന്ന് പറയാം. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സുഗതൻ്റെ കാര്യത്തിൽ ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്നുമല്ല, സുഗതനെ ഇവർക്ക് അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് BJP ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്നുള്ളതാണ് LDFന്റെ നോട്ടം. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് വർഷങ്ങളായിട്ട് ഈ തിരുവനന്തപുരം നഗരം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. BJP വന്നതിന് ശേഷമാണ് ഇവരുടെ കൊള്ളയുടെ ആഴം വ്യക്തമായത്. അപ്പോൾ ആ കൊള്ളയടിയുടെ ഭാഗമായിട്ട് ഇവർക്കുണ്ടാകുന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒന്നും ഇവർക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ പേരിലാണ് ഇവരിത് നീട്ടിക്കൊണ്ടുപോയേ പറ്റുള്ളൂ. കാരണം അവർക്ക് ഇത് എങ്ങനെയെങ്കിലും ഇറക്കി വിട്ടേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരുപാട് ജയിലിൽ പോകേണ്ടി വരും. പക്ഷേ ഇങ്ങനെയുള്ള ഈ LDF ഭരണത്തിന് കീഴിൽ കോർപ്പറേഷൻ കൊള്ളയടിച്ചുകൊണ്ടുള്ള ഭരണത്തിന് കീഴിൽ ഇത്രയൊക്കെ നടന്നിരുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെ കോൺഗ്രസ്സിന് BJP ഇവിടെ എതിർക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർ തമ്മിൽ സന്ധിയോ മറ്റോ ഇത് വേണമെന്നല്ല പറയുന്നത്. ഇവിടെ നടന്നിരുന്ന ഈ കൊള്ള പുറത്തു കൊണ്ടുവന്നത് ഈ BJP ഭരണം വന്നുകൊണ്ടാണ്. ഒരുപക്ഷെ കോൺഗ്രസ് വന്നെങ്കിൽ പോലും അത് നടക്കില്ല. അങ്ങനെ കൊള്ള നടത്തിയ ഒരു പാർട്ടിയെ ഇവരെങ്ങനെ സപ്പോർട്ട് ചെയ്യും? ശബരിനാഥനെ ഇപ്പോൾ ശരിക്കും ട്രോൾ ചെയ്ത് കൊല്ലുകയാണ് ആളെല്ലാം കൂടെ ദിവസം. ഈ മറ്റുള്ള BJP പിന്നെ ഈ സോഷ്യൽ മീഡിയ ആളെല്ലാവരും തന്നെ നിരന്തരമായി കളിയാക്കുകയാണ്. കാരണം ഒരു MLA ആയിരുന്ന അവിടെ കൗൺസിലറായിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവാണെന്ന് വെച്ചാൽ അതുമല്ല, അങ്ങനെ സാധനം പോലും ഇല്ല. പ്രതിപക്ഷ നേതാവാനും പറ്റില്ല. അപ്പോൾ എങ്ങനെ നഗരസഭയിൽ ഭരണം അട്ടിമറിക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനൊരു അവസരം വന്നല്ലോ എന്ന് കരുതി സന്തോഷിച്ചിരുന്ന UDFനും LDFനും ഈ കപ്പിനും ചുണ്ടിനും ഇടയിൽ അതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് വന്നത്. ഇക്കാര്യത്തിൽ BJP അടുത്ത ഓപ്പറേഷൻ നമ്മൾ സമ്മതിക്കണം. അതീവ രഹസ്യ ഓപ്പറേഷൻ തന്നെയായിരുന്നു. കാരണം നമുക്കാർക്കും ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയില്ലായിരുന്നല്ലോ. അതെ, സുധീഷ് അപ്പുറത്ത് വോട്ട് ചെയ്യുന്നതായിരുന്നു നമുക്കാർക്കും അറിയില്ലായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. ഇവരാദ്യം ശ്രമിച്ചത് ഈ സത്യപ്രതിജ്ഞയിൽ തൂങ്ങാണ്. അതിൻ്റെ സാങ്കേതികത്വത്തിൽ തൂങ്ങാനാണ് ഇവരാദ്യം ശ്രമിച്ചത്. അത് ഫലിക്കാതെ വന്നപ്പോഴാണ് ഈ കാപ്പയിൽ ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ വാർത്ത നമ്മൾ നേരത്തെ കണ്ടത് CPM ഹൈക്കോടതി സമീപിച്ചു എന്നാണ്. കാരണം ഇവരുടെ മേയറും ഡെപ്യൂട്ടി മേയറൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് അയോഗ്യരാണല്ലോ ഫലത്തിൽ. അവർ വോട്ട് ചെയ്തുകൊണ്ടാണ് ഇവർ മേയറായത്. അതുകൊണ്ട് ഇനി ഒന്നേ ഇലക്ഷൻ നടത്തണമെന്നായിരിക്കും ഒരു പക്ഷേ ആവശ്യപ്പെടാൻ പോകുന്നത്. അങ്ങനെ ആകാം, മെനക്കെടുത്തിക്കാന്നേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ഹൈക്കോടതി ഇപ്പോൾ പറഞ്ഞാൽ പോലും അവർക്ക് വേണമെങ്കിൽ ഒന്നിന്ന് പിന്നെ ഇലക്ഷൻ നടത്തേണ്ടി വരും, മേയറും ഡെപ്യൂട്ടി മേയർ. എന്നാലും ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അതിന് കാര്യമൊന്നുമില്ല, ജയിക്കും. എന്തായാലും സുഗതൻ എന്ന് പറയുന്ന BJPയുടെ ഏറ്റവും ജനകീയനായ ഒരു കൗൺസിലർ എന്ന് പറയുന്നത്, കാപ്പ കേസ് പ്രതി എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ആ നാട്ടുകാർക്ക് വേണ്ടപ്പെട്ട ആളാണ് സുഗതൻ ജയിച്ചത്. അങ്ങനെ സുഗതൻ്റെ പേരിൽ അല്ലെ സുഗതനെ കരുവാക്കിക്കൊണ്ട് ഇവിടുത്തെ കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാമെന്നുള്ള പ്രതിപക്ഷത്തിൻ്റെ സ്വപ്നം ഇതോടുകൂടി ചാമ്പലായിരിക്കുക.